നമസ്കാരം. മലാല വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിലമ്പൂർ നഗരസഭയ്ക്ക് അനുവദിച്ച 3 വെൽനസ് സെന്ററുകളിൽ മൂന്നാമത്തെ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ ചാരംകുളം വീരാൻ കോളനിയിൽ പ്രവർത്തനം ആരംഭിച്ചു. കല്ലേമ്പാടം വായനശാലയുടെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി മെഗാ തിരുവാതിര ഒരുക്കി വനിതകൾ. കുടുംബശ്രീ അംഗങ്ങളും വീട്ടമ്മമാരും കുട്ടികളും ഉൾപ്പെടെയുള്ളവരായിരുന്നു തിരുവാതിരയിൽ പങ്കെടുത്തത്. BRC ജീവനക്കാർ ക്രിസ്തുമസ് പുതുവത്സര ആഘോഷം ഉത്സവാന്തരീക്ഷത്തിൽ നടത്തി. ഈ വർഷത്തെ അവസാന ആസൂത്രണ യോഗത്തോടനുബന്ധിച്ച് എല്ലാ ജീവനക്കാരും പങ്കെടുത്തുകൊണ്ടാണ് ക്രിസ്തുമസ് പുതുവത്സരാഘോഷം നടത്തിയത്. സുപ്രീം കോടതി വിധി പ്രകാരം ആദിവാസികൾക്ക് അവകാശപ്പെട്ട മുഴുവൻ ഭൂമിയും വിതരണം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിലമ്പൂർ ITDP ഓഫീസിന് മുൻപിൽ ആദിവാസി ഭൂസമര കൂട്ടായ്മയുടെ പട്ടിണി സമരത്തിന് ഐക്യദാർഢ്യം 100 മണിക്കൂർ നിരാഹാരം സമരം അവസാനിച്ചു. നിലമ്പൂർ മാനവേദൻ സ്കൂളിലെ 94-95 SSLC ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം നടത്തി. ഇത് 2ാം തവണയാണ് സംഗമം നടത്തുന്നത്. വിശദമായ വാർത്തകളിലേക്ക്. നിലമ്പൂർ നഗരസഭയ്ക്ക് അനുവദിച്ച 3 വെൽനസ് സെന്ററുകളിൽ മൂന്നാമത്തെ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ ചാരംകുളം വീരാൻ കോളനിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഉദ്ഘാടനം നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുബൽ സലീം നിർവഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കക്കാടൻ റഹീം അധ്യക്ഷത വഹിച്ചു. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൈജി ടീച്ചർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ UK ബിന്ദു, NCP മണ്ഡലം പ്രസിഡന്റ് പരുന്തൻ നൌഷാദ്, കോൺഗ്രസ് പ്രതിനിധി നാസിർ മാഷ, ഇർഷാദ്, ഷാജഹാൻ ചീനിക്കൽ, കൗൺസിലർമാരായ ശബരീശൻ പൊറ്റക്കാട്, P ഗോപാലകൃഷ്ണൻ, റിനീഷ് കുപ്പായി തുടങ്ങിയവർ പങ്കെടുത്തു. കല്ലേമ്പാടം വായനശാലയുടെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി മെഗാ തിരുവാതിര ഒരുക്കി വനിതകൾ. കുടുംബശ്രീ അംഗങ്ങളും വീട്ടമ്മമാരും കുട്ടികളും ഉൾപ്പെടെയുള്ളവരായിരുന്നു തിരുവാതിരയിൽ പങ്കെടുത്തത്. കല്ലേമ്പാടം വായനശാലയുടെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി മെഗാ തിരുവാതിരയൊരുക്കി വനിതകൾ. കുടുംബശ്രീ അംഗങ്ങളും വീട്ടമ്മമാരും കുട്ടികളും ഉൾപ്പെടെയുള്ളവരായിരുന്നു തിരുവാതിരയിൽ പങ്കെടുത്തത്. നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ നമ്മുടെ കേരളീയരുടെ മതസൗഹാർദ്ദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ക്രിസ്മസ് രാവിലാണ് ഞാനും നിങ്ങളൊക്കെ ഈ പരിപാടി അവതരിപ്പിക്കാൻ പോകുന്നത്. ഈ പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടി ഇതിൻ്റെ സംഘാടകരെ മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. വായനശാല പ്രസിഡന്റ് P പ്രസാദ്, സെക്രട്ടറി പ്രദീപ് ഉമ്മഴി, നഗരസഭാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ K അരുൺകുമാർ, കൗൺസിലർമാരായ P ശബരീശൻ, വിഷ്ണു വാളക്കുളം, P ഗോപാലകൃഷ്ണൻ, വേണു ഉമ്മഴി തുടങ്ങിയവർ സംബന്ധിച്ചു. നിലമ്പൂർ BRC ജീവനക്കാർ ക്രിസ്തുമസ് പുതുവത്സര ആഘോഷം ഉത്സവാന്തരീക്ഷത്തിൽ നടത്തി.
ഈ വർഷത്തെ അവസാന ആസൂത്രണ യോഗത്തോടനുബന്ധിച്ച് എല്ലാ ജീവനക്കാരും പങ്കെടുത്തുകൊണ്ടാണ് ക്രിസ്തുമസ് പുതുവത്സരാഘോഷം നടത്തിയത്. നിലമ്പൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ പ്രേമാനന്ദ് ക്രിസ്തുമസ് പുതുവത്സര സന്ദേശം നൽകി. ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ എം മനോജ് കുമാർ അധ്യക്ഷനായ ചടങ്ങിൽ BRC ട്രെയിനർമാരായ ഷീജ MP സ്വാഗതവും രമ്യ TP നന്ദിയും പറഞ്ഞു. മുൻ ട്രെയിനർമാരായ അബ്ദുൽ സലാം, വസന്തകുമാരി, ട്രെയിനർ ജയൻ ആന്റണി, CRC കോർഡിനേറ്റർ ദിൽമ സൂസൻ അലക്സ്, BRCയിലെ അധ്യാപകരായ ജിതിൻ, അഹ്സാന ജിബിൻ, റൂബി മാത്യു, നിലമ്പൂർ ഗവൺമെന്റ് മോഡൽ UP സ്കൂൾ പ്രധാന അധ്യാപിക ബീന ടീച്ചർ എന്നിവർ ആശംസകൾ നേർത്ത് സംസാരിച്ചു. കഴിഞ്ഞ ഒരു വർഷത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും വരും വർഷത്തിൽ സാമൂഹിക പ്രതിബദ്ധതയോടെ കൂടുതൽ തനത് പരിപാടികൾ ഏറ്റെടുത്തുകൊണ്ട് നടപ്പിലാക്കുന്നതിനും തീരുമാനിച്ചു. ഗോത്രവിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഭിന്നശേഷി കുട്ടികളുടെ ആകാശയാത്ര, ഭിന്നശേഷി കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് തൊഴിൽ പരിശീലനം, പോത്തുകല്ല് പഞ്ചായത്തിൽ സേവാസ് പദ്ധതി എന്നിവ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നതിനും തീരുമാനിച്ചു. BRCയിലെ സ്പെഷ്യലിസ്റ്റ് അധ്യാപകരുടെ നേതൃത്വത്തിൽ പുൽക്കുടിലും BRC ഗായക സംഘത്തിന്റെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് കരോൾ, വിവിധ കലാപരിപാടികൾ എന്നിവയും ഉണ്ടായിരുന്നു. ഉച്ചഭക്ഷണത്തോടെ പരിപാടി അവസാനിച്ചു. 2009 സുപ്രീം കോടതി വിധി പ്രകാരം ആദിവാസികൾക്ക് അവകാശപ്പെട്ട മുഴുവൻ ഭൂമിയും വിതരണം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിലമ്പൂർ ITDP ഓഫീസിന് മുൻപിൽ ആദിവാസി ഭൂസമര കൂട്ടായ്മയുടെ പട്ടിണി സമരത്തിന് ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ടുള്ള പുരോഗമന യുവജന പ്രസ്ഥാനം സംസ്ഥാന സമിതി അംഗം സഖാവ് ഷനീർ ഇരിക്കുന്നൻ നടത്തിയിരുന്ന 100 മണിക്കൂർ നിരാഹാര സമരം അവസാനിച്ചു. PUCL സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് PA പൗരൻ നാരങ്ങാനീര നൽകിയാണ് സമരം പൂർത്തീകരിച്ചത്. ആവശ്യത്തിനുള്ള ഭൂമി ഉണ്ടായിട്ടും ഭൂമി കൈമാറുവാൻ തയ്യാറാകാതെ സർക്കാർ അനാസ്ഥ കാണിക്കുന്നത് ജനവഞ്ചനയും ആദിവാസികളോടുള്ള വംശീയതയുമാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അഡ്വക്കേറ്റ് PA പൗരൻ കൂട്ടിച്ചേർത്തു. ആദിവാസി മേഖലയിലെ സർക്കാർ ഇടപെടലുകളെ കുറിച്ച് സർക്കാർ സംവിധാനങ്ങളുടെ വിവിധ വകുപ്പുകൾ വ്യത്യസ്തമായ കണക്കുകളാണ് പുറത്തുവിടുന്നത്. ഇത് ജനങ്ങൾക്കിടയിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ടെന്നും സമഗ്രവും സമ്പൂർണവുമായ ധവളപത്രം സർക്കാർ തയ്യാറാക്കണമെന്നും ഷനീർ ഇരിക്കുന്നൻ മറുപടി പ്രസംഗത്തിൽ ആവശ്യപ്പെട്ടു. രണ്ടാം ഭൂപരിഷ്കരണം നടപ്പിലാക്കുവാൻ സർക്കാർ സന്നദ്ധമാകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിലമ്പൂരിൽ തുടങ്ങി മുഴുവൻ ആദിവാസി മേഖലയിലും സർക്കാർ ഒരേ സമീപനമാണെന്നും യോഗത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിച്ച മനുഷ്യാവകാശ പ്രവർത്തകൻ ഡോക്ടർ PG ഹരി പറഞ്ഞു. ആവശ്യത്തിനുള്ള കൃഷിഭൂമി ഇല്ലാത്തതാണ് ആദിവാസികൾ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നമെന്നും പോരാട്ട പ്രവർത്തക ഗൗരി വയനാട് അഭിപ്രായപ്പെട്ടു. K കാർത്തികേയൻ, ആം ആദ്മി ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ നാസർ എന്നിവർ സംസാരിച്ചു. പുരോഗമന യുവജന പ്രസ്ഥാനം സംസ്ഥാന സെക്രട്ടറി CP നഹാസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ CP അബ്ദുറഹ്മാൻ സ്വാഗതം ആശംസിച്ചു. ഭരണകൂടങ്ങൾ തന്നെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ കലഹത്തിന് നേതൃത്വം നൽകുന്ന സാഹചര്യത്തിൽ മതസംഘടനകളും സമ്മേളനങ്ങളും മാനവിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതാകണമെന്ന് നിലമ്പൂർ നമ്പൂരിപ്പൊട്ടിയിൽ സംഘടിപ്പിക്കപ്പെട്ട മാനവികതാ സംഗമം ആവശ്യപ്പെട്ടു. മാനവികതയുടെ പ്രചാരണം ശക്തിപ്പെടുത്തി മനുഷ്യ മനസ്സുകളിലെ അകൽച്ച ഇല്ലാതാക്കുവാൻ മതസാമൂഹിക സംഘടനകൾ പ്രചാരണം ശക്തമാക്കണമെന്നും സംഗമം അഭിപ്രായപ്പെട്ടു. വിശ്വമാനവികതയ്ക്ക് വേദവെളിച്ചം എന്ന പ്രമേയത്തിൽ 2024 ജനുവരിയിൽ കരിപ്പൂരിൽ നടക്കുന്ന മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി എലുമ്പിലാക്കോട് ശാഖ സംഘാടക സമിതി സംഘടിപ്പിച്ച മാനവികത സംഗമത്തിൽ റിഹാസ് പുലാമന്തോൾ മുഖ്യപ്രഭാഷണം നടത്തി. അബ്ദുൽ ഹക്കീം കാട്ടുമുണ്ട അധ്യക്ഷത വഹിച്ചു. ഫിറോസ് ഖാൻ ത്വാഹിർ, ഫൈസൽ പൂവഞ്ചേരി, ഫസലുർ റഹ്മാൻ ഫറൂഖി, അബ്ദുൽ ഇലാഹ് പടിഞ്ഞാറ്റി എന്നിവർ സംസാരിച്ചു. നിലമ്പൂർ മാനവേദൻ സ്കൂളിലെ 94-95 SSLC ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം നടത്തി. ഇത് രണ്ടാം തവണയാണ് ഈ ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തുന്നത്. നിലമ്പൂർ മാനവേദൻ സ്കൂളിലെ 94-95 SSLC ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം നടത്തി. ഇത് രണ്ടാം തവണയാണ് ഈ ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തുന്നത്. 50ഓളം പൂർവ്വ വിദ്യാർത്ഥികൾ പങ്കെടുത്തു. സംഗമത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികളും സംഘടിപ്പിച്ചു. ഷംസുദ്ദീൻ, അബൂബക്കർ, നവാസ്, നൌഷാദ്, സുബൈർ, ദിൽഷാദ്, ബീഗം തുടങ്ങിയവർ സംസാരിച്ചു. ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യം ഉയർത്തി ജനുവരി 20 DYFI മനുഷ്യ ചങ്ങലയുടെ പ്രചരണാർത്ഥം മൂത്തേടം മേഖലാ കമ്മിറ്റി ഫൈവ്സ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. സൈക്കിൾ ഹബ് ചുക്കത്ര ജേതാക്കളായി. ടൂർണമെന്റ് DYFI എടക്കര ബ്ലോക്ക് സെക്രട്ടറി A അനസ് ഉദ്ഘാടനം ചെയ്തു. മൂത്തേടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ഉസ്മാൻ ജേതാക്കൾക്ക് ട്രോഫി കൈമാറി. രണ്ടാം സ്ഥാനം നേടിയ നവകേരള നെല്ലിക്കുത്തിന് CPIM എടക്കര ഏരിയ കമ്മിറ്റി അംഗം VK ഷാനവാസ്, ബെസ്റ്റ് പ്ലെയർക്ക് DYFI മൂത്തേടം മേഖലാ സെക്രട്ടറി VY ജംഷീറും, ടോപ്പ് സ്കോറർക്ക് മേഖലാ ട്രഷറർ ജിനേഷും, ബെസ്റ്റ് ഗോൾ കീപ്പർക്ക് മേഖലാ ജോയിന്റ് സെക്രട്ടറി T അനീഷും ട്രോഫികൾ കൈമാറി.
ബ്ലോക്ക് പ്രസിഡന്റ് JM ഷബീബ്, ഏരിയ കമ്മിറ്റി അംഗം AT റജി, ലോക്കൽ സെക്രട്ടറി AP അനിൽ, ജംഷീർ വലിയാട്ടിൽ, TK കബീർ, PK ഷഫീഖ്, M ജിനേഷ് എന്നിവർ സംസാരിച്ചു. റേഷൻ വിതരണത്തിൽ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് റേഷൻ കടയുടെ അംഗീകാരം സസ്പെൻഡ് ചെയ്തു. ഡിസംബർ മാസത്തെ റേഷൻ ലഭ്യമായില്ലെന്ന റേഷൻ കാർഡ് ഉടമയുടെ പരാതിയെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ എടവണ്ണ ഗ്രാമപഞ്ചായത്തിലെ 254 നമ്പർ റേഷൻ കടയുടെ അംഗീകാരമാണ് ഏറനാട് താലൂക്ക് സപ്ലൈ ഓഫീസർ സസ്പെൻഡ് ചെയ്തത്. റേഷനിംഗ് ഇൻസ്പെക്ടർ മുഖേന നടത്തിയ അന്വേഷണത്തിൽ പരാതിക്കാരന്റെ കാർഡിലെ ഭക്ഷ്യധാന്യങ്ങൾ 254 നമ്പർ കടയിൽ നിന്നും മാനുവലായി ബില്ലിംഗ് നടത്തി വിതരണം നടത്തിയിട്ടുണ്ടെന്നും 2023 ഒക്ടോബർ നവംബർ മാസങ്ങളിലും ഇത്തരത്തിൽ മാനുവൽ ബില്ലിംഗ് നടത്തിയിട്ടുണ്ടെന്നും ബോധ്യപ്പെട്ടു. ഈ മാസങ്ങളിലൊന്നും തന്നെ 254 നമ്പർ റേഷൻ കടയിൽ പോവുകയോ തനിക്ക് റേഷൻ വിഹിതം ലഭ്യമാവുകയോ ചെയ്തിട്ടില്ലെന്ന് കാർഡുടമ അധികൃതരെ അറിയിച്ചിരുന്നു. തുടർന്ന് നടത്തിയ വിശദമായ പരിശോധനയിൽ റേഷൻ കടയിൽ ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തി. ലൈസൻസിക്കെതിരെ കർശനമായ നടപടിയെടുക്കുന്നതിന് വേണ്ടി റിപ്പോർട്ട് ജില്ലാ സപ്ലൈ ഓഫീസർക്ക് അയച്ചു. പരിശോധനയിൽ താലൂക്ക് സപ്ലൈ ഓഫീസർ CA വിനോദ് കുമാർ, റേഷനിംഗ് ഇൻസ്പെക്ടർമാരായ P പ്രദീപ്, KP അബ്ദുൽ നാസർ എന്നിവർ പങ്കെടുത്തു. നിലമ്പൂർ ആധാരമെടുത്ത തൊഴിൽ മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവരെ സർക്കാർ സംരക്ഷിക്കണമെന്ന് ഓൾ കേരള ഡോക്യുമെന്റ് റൈറ്റേഴ്സ് ആൻഡ് സ്ക്രൈബ്സ് അസോസിയേഷൻ സമ്മേളനം ആവശ്യപ്പെട്ടു. മുൻ നഗരസഭാ കൗൺസിലറും ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റുമായ മുസ്തഫ കളത്തുംപടിക്കൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഓൺലൈൻ സംവിധാനവും മറ്റും ആധാരമെടുത്ത മേഖലയിൽ ഉപജീവനം നടത്തുന്നവർ വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്ന് ഈ തൊഴിൽ മേഖല നിലനിൽക്കുന്നതിന് ഓൺലൈൻ സംവിധാനവും മറ്റും ആധാരമെടുത്ത മേഖലയിൽ ഉപജീവനം നടത്തുന്നവർക്ക് വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്നും ഈ തൊഴിൽ മേഖല നിലനിൽക്കുന്നതിന് സർക്കാർ നടപടികൾ സ്വീകരിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. AKDW and SA നിലമ്പൂർ യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് ഇക്ബാൽ കല്ലിങ്കൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ചേക്കുണ്ടി TP, ജില്ലാ സെക്രട്ടറി അനിൽ മേലാറ്റൂർ, വേണു വളവന്നൂർ, സംസ്ഥാന കമ്മിറ്റി അംഗം തെന്നാടൻ നാസർ എന്നിവർ സംസാരിച്ചു. മുതിർന്ന ആധാരമെഴുത്തുകാരായ പുന്നേക്കാടൻ ഖദീജ, സത്യവതി, സുഭദ്ര, ജാനകി എന്നിവരെ ആദരിച്ചു. തുപ്പനത്ത് സിനാൻ, ഫിർഷാദ് C, സക്കീർ, അസൈനാർ എന്നിവർ സമ്മേളനത്തിന് നേതൃത്വം നൽകി. മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെയും ജില്ലാ പട്ടികജാതി വികസന ഓഫീസിന്റെയും ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഉദ്യോഗഭേരി സൗജന്യ മത്സര പരീക്ഷാ പരിശീലനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ ഉദ്ഘാടനം ചെയ്തു. സർക്കാർ ജോലി കിട്ടുക എന്ന് പറയുന്നത് അത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. അത് എല്ലാവരുടെയും ആഗ്രഹമാണ്. ഇപ്പൊ ജില്ലാ പഞ്ചായത്ത് ഇത്തരത്തിൽ പട്ടികജാതിക്കാർക്ക് വേണ്ടി അഭ്യസ്തവിദ്യരായ പട്ടികജാതിക്കാർക്ക് വേണ്ടി ഒരു പ്രോജക്റ്റ് നടപ്പ് സാമ്പത്തിക വർഷവും കഴിഞ്ഞ വർഷങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരുന്നു. അത് പ്രകാരം അവർ നമ്മുടെയൊക്കെ ഓഫീസുകളിൽ സർക്കാർ സംവിധാനത്തിൽ ഏകദേശം 80ഓളം വിദ്യാർത്ഥികൾ ആദ്യഘട്ടത്തിലൊക്കെ നമ്മൾ പരിശീലനം കൊടുത്തത് 2 വർഷത്തെ ഇന്റേൺഷിപ്പാണ്. അവർക്ക് അതിനുള്ള പൈസ മുഴുവൻ ജില്ലാ പഞ്ചായത്തിന്റെ ഈ സ്ഥാപനത്തിൽ മാത്രമല്ല അവർ ഇരിക്കുന്നത്. ജില്ലാ പഞ്ചായത്തിന്റെ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പട്ടികജാതി യുവതി യുവാക്കൾക്കായുള്ള 60 ദിവസത്തെ സൗജന്യ മത്സര പരീക്ഷാ പരിശീലനം നൽകുന്നത്. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NA കരീം സ്വാഗതം പറഞ്ഞു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സരീന ഹസീബ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നസീബ അസീസ്, മെമ്പർമാർ എന്നിവർ പങ്കെടുത്തു. ചടങ്ങിൽ 10ാം തരം തത്തുല്യ പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും പരീക്ഷയിൽ സമ്പൂർണ്ണ വിജയം നേടിയ കരുളായി, പൂക്കോട്ടൂർ, താഴേക്കോട് എന്നീ പഠന കേന്ദ്രങ്ങളെയും ആദരിച്ചു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് സ്വരൂപിക്കുന്നതിനു വേണ്ടി സഹായ് യുവജന സാംസ്കാരിക സംഘത്തിന്റെ നേതൃത്വത്തിൽ നടന്ന വൺഡേ ക്രിക്കറ്റ് ടൂർണമെന്റ് ചാരംകുളം വാർഡ് കൗൺസിലർ കുഞ്ഞുട്ടിമാൻ ഉദ്ഘാടനം ചെയ്തു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് സ്വരൂപിക്കുന്നതിനു വേണ്ടി സഹായ് യുവജന സാംസ്കാരിക സംഘത്തിന്റെ നേതൃത്വത്തിൽ നടന്ന വൺഡേ ക്രിക്കറ്റ് ടൂർണമെന്റ് ചാരംകുളം വാർഡ് കൗൺസിലർ കുഞ്ഞുട്ടിമാൻ ഉദ്ഘാടനം ചെയ്തു. നിലമ്പൂർ മേഖലയിലെ 14 ടീം ടൂർണമെന്റിൽ പങ്കെടുത്തു. രാവിലെ 9 മണി മുതൽ ആസാദ് ഗ്രൗണ്ടിൽ നടന്ന കളിയിൽ TDC വടപ്പുറം ക്ലബ്ബ് ചാമ്പ്യന്മാരായി. ചടങ്ങിൽ സഹായ് വൈസ് പ്രസിഡന്റ് സക്കീം ഉലുവാൻ അധ്യക്ഷത വഹിച്ചു. ജരീർ ബാബു, ഷാജഹാൻ പായമ്പാടം, ഫജി ഷെറനിക്കൽ, ബാദു ഫൈസ്, ഷമീദ് മേലേതിൽ എന്നിവർ സംസാരിച്ചു. ടൂർണമെന്റിന്റെ സമാപന പരിപാടി PV അബ്ദുൽ വഹാബ് MP ഉദ്ഘാടനം ചെയ്തു. വിജയികൾക്കുള്ള ട്രോഫിയും ക്യാഷ് പ്രൈസും ചടങ്ങിൽ നൽകി. നിലമ്പൂരിൽ വ്യത്യസ്ത മേഖലയിൽ കഴിവ് തെളിയിച്ച പ്രമുഖ വ്യക്തിത്വങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. പോത്തുകല്ല് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഓക്സോ മീറ്റ് 2023 കാത്തോലിക്കറ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പോത്തുകൽ വെച്ച് നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാജി ജോൺ ഫ്ലാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു. CDS ചെയർപേഴ്സൺ സിന്ധു അശോകൻ അധ്യക്ഷത വഹിച്ചു. CDS വൈസ് ചെയർപേഴ്സൺ ജംഷീന സ്വാഗതം പറഞ്ഞു.
ഓക്സിലറി പഞ്ചായത്ത് തല ലീഡർ അനുഷ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ബ്ലോക്ക് കോർഡിനേറ്റർ നിഷാദ് ആശംസകൾ അറിയിച്ചു. വാർഡ് മെമ്പർമാരായ സലൂബ്, നാസർ, റുബീന, മറിയാമ്മ, ഷറഫുനീസ എന്നിവർ പങ്കെടുത്തു. ഓക്സിലറി ആർപിമാരായ ശ്വേത, അനുഷ, ജോയ്സി എന്നിവർ ക്ലാസിന് നേതൃത്വം നൽകി. RP ലൈല DWMS വിശദീകരണവും രജിസ്ട്രേഷനും നടത്തി. ഓക്സിലറി RP ജോയ്സി നന്ദി പറഞ്ഞു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.